എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഈ ആഴ്ച നമ്മൾ ഉണ്ടാക്കുന്ന ഡിഷാണ് പനീർ മസാല. ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഒരു ഡിഷാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ പനീർ 400 ഗ്രാം എടുത്തത് ഇങ്ങനെ ക്യൂബായിട്ട് അരിഞ്ഞ് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് അതിൻ്റെ മാരിനേഷനായിട്ട് ഒരു ബൗളിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്തതിന് ശേഷം നമുക്ക് ജിഞ്ചറിൻ്റെ പൗഡറും ഗാർലിക് പൗഡറും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് നിങ്ങൾക്ക് ഇല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല, നമുക്ക് ഫ്രഷായിട്ട് ചേർക്കാവുന്നതാണ്. ഇത് ഞാൻ ജസ്റ്റ് ഈസി റെസിപ്പി ആയിട്ട് പറയുന്നതുകൊണ്ട് ഇങ്ങനെ പൗഡർ എല്ലാം ചേർക്കുമ്പോൾ നമുക്ക് ഇച്ചിരി പണി കുറഞ്ഞിരിക്കുമല്ലോ, അതുകൊണ്ടാണ് ഈ റെസിപ്പി ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഒരു 1/4 ടേബിൾ സ്പൂൺ ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നല്ല കട്ടിയുള്ള തൈര് 2 വലിയ സ്പൂണ് 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുത്ത് നല്ലോണം ഇളക്കി ലംസ് ഒന്നും ഇല്ലാതെ നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കുക. കണ്ടോ, ഇതുപോലെ ലംപെല്ലാം നല്ലോണം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എത്തിയതിനു ശേഷം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് ഉപ്പ് കുറവാണെങ്കിൽ അതും കൂടെ ആഡ് ചെയ്ത് റെഡി ആകുമ്പോഴത്തേനും നമ്മുടെ പനീർ ക്യൂബ്സ് അരിഞ്ഞു വെച്ചിരുന്നില്ലേ അത് അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുത്ത് 1 മണിക്കൂർ വരെ നമുക്കത് മാരിനേഷൻ വെക്കാം. അതിൽ കൂടുതൽ വെക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമുക്കത് കവർ ചെയ്തിട്ട് ഫ്രിഡ്ജ് വെക്കാവുന്നതാണ്. അപ്പം എനിക്ക് 1 മണിക്കൂർ ഞാൻ സെറ്റ് ചെയ്ത് ഇളക്കി വെച്ചിട്ട് എന്നിട്ട് ഞാനത് എയർ ഫ്രയറിൽ ഒരു 180 ഡിഗ്രിയിൽ 20 മിനിറ്റ്സ് ഇടയ്ക്ക് ടോസ് ചെയ്ത് കൊടുത്ത് വേവിച്ചെടുത്തു. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് പേസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന വെജിറ്റബിളും കാഷ്യും എല്ലാം കൂടെ നിങ്ങളൊന്ന് പ്രീപ്പപ്പ് പോലെ ചെയ്ത് വെക്കുവാണെങ്കിൽ നമുക്ക് പണി ഒത്തിരി കുറഞ്ഞു കിട്ടും. അപ്പോൾ നമുക്ക് നല്ലൊരു കട്ടിയുള്ള പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് പേസ്റ്റ് ഉണ്ടാക്കാനുള്ള പരിപാടി തുടങ്ങിയാലോ. അപ്പോൾ അതിനകത്തോട്ട് ഞാൻ പറഞ്ഞ പോലെ അരിഞ്ഞു വെച്ചിരുന്ന ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ആദ്യം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അത് നല്ലോണം ഇളക്കി ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേനും നമുക്ക് തക്കാളി ഒന്ന് ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് വഴറ്റി ഉടഞ്ഞ് വരണം അത് മുഴുവൻ. അത് കഴിയുമ്പോഴത്തേനും നമുക്ക് അടുത്തതാണ് ലാസ്റ്റ് ഐറ്റം കാഷ്യൂ നട്ട്സ്. അതും കൂടെ ഒന്ന് ആഡ് ചെയ്തിട്ട് നമുക്കിതൊരു 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. എന്നിട്ട് ആ തണുത്ത് കഴിയുമ്പോൾ നമുക്കിതുപോലെ ഒരു ഫൈൻ പേസ്റ്റിൽ ആക്കിയെടുക്കണം. അത് കഴിയുമ്പോഴത്തേനും നമുക്ക് കുറച്ച് ചൂടിൽ 1 ടേബിൾ സ്പൂൺ ഓയിലും 1 ടേബിൾ സ്പൂൺ ഗീയും കൂടെ ഇട്ട് ഈ പറഞ്ഞിരിക്കുന്ന സ്പൈസസ് എല്ലാം കൂടെ ആഡ് ചെയ്ത് ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത് ലോ ഫ്ലെയിമിലിട്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് മുളക് പൊടി 1 ടേബിൾ സ്പൂൺ ആഡ് ചെയ്തിട്ട് എന്നിട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് ജസ്റ്റ് ഒന്ന് വഴണ്ട് കഴിഞ്ഞ് എന്നിട്ട് നല്ല പച്ചമണമൊക്കെ മാറി കഴിയുമ്പോഴത്തേനും നമ്മൾ അരച്ച് വെച്ചിരുന്ന പേസ്റ്റ് ഇല്ലേ അതങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അത് നല്ലോണം ഒന്ന് പച്ചമണം മാറുന്ന വരെ നല്ലോണം ഒന്ന് വഴറ്റി അത് കഴിയുമ്പോഴത്തേനും നമുക്കൊരു 1/2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ച് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇത് തിളച്ചങ്ങ് പോലെ ലോ ഫ്ലെയിമിൽ വെച്ച് അടച്ചു വെച്ചൊരു 10 മിനിറ്റ് വേവിച്ച് കഴിയുമ്പോഴത്തേനും ബബിൾസ് പോലെ വരും. അതാണ് നമ്മുടെ കറിയുടെ കറക്റ്റ് മീറ്റർ അറിയിക്കുന്നത്. അപ്പം അതൊന്ന് സെറ്റായി കഴിയുമ്പോഴത്തേനും നമ്മുടെ എയർ ഫ്രയർ ഒന്ന് അടിച്ചു തുടങ്ങി. അപ്പോൾ അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. അതങ്ങോട്ട് ആഡ് ചെയ്ത് നല്ലോണം ഒന്ന് ഇളക്കിയതിന് ശേഷം ഇച്ചിരി ഉപ്പ് കുറവുണ്ടല്ലോ, അപ്പോൾ ഞാൻ ഇച്ചിരിയും കൂടെ ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. ഇത് അഗെയിൻ നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് കൂട്ടാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ ചെയ്യാം. പിന്നെ നമുക്ക് വേണ്ടത് ക്രീം. ചിലർ വിചാരിക്കുന്നുണ്ടായിരിക്കും ക്രീം ഓപ്ഷണലാണ്, പക്ഷേ എനിക്ക് എന്തുകൊണ്ട് ക്രീം ആഡ് ചെയ്യുമ്പോഴത്തേനും കറിയുടെ ഒരു ടേസ്റ്റിൻ്റെ ലെവലേ മാറും. കാരണം നമ്മൾ ഒത്തിരി ഒഴിക്കുന്നില്ല, ഇച്ചിരിയല്ലേ ഒഴിക്കുന്നുള്ളൂ. എന്നിട്ട് നമുക്ക് ഗരം മസാല പൗഡർ 1/4 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യാം. അത് വീട്ടിലുണ്ടാക്കിയതുകൊണ്ടാണ്, വെളിയിൽ നിന്ന് മേടിക്കുന്നതാണെങ്കിൽ 1/2 ടേബിൾ സ്പൂൺ ഇടണേ. അതുകൊണ്ട് ഒരു ബിഗ് പിഞ്ച് ഓഫ് കസ്തൂരി മേത്തി അത് നല്ലോണം ഇങ്ങനെ തിരുമ്മിയിടുക. ഇത് ഓപ്ഷണലാണ്, പക്ഷെ ആഡ് ചെയ്യുമ്പോഴത്തേനും ആ കറിയുടെ ഫ്ലേവർ വേറെ ലെവൽ തന്നെയാണ്. അത് കഴിയുമ്പോൾ നമുക്ക് കൊരിയാണ്ടർ ലീവ്സ് വലിയൊരു കൈപ്പിടി അല്ലെങ്കിൽ ഒരു 1/2 കപ്പ് എടുത്തിട്ട് നല്ലോണം അരിഞ്ഞിട്ട് ചേർത്ത് നല്ലോണം ഇളക്കി നമ്മുടെ കറി റെഡി. എന്നിട്ട് നമുക്കിതുപോലെ ഫ്രൈഡ് റൈസിൻ്റെ കൂടെ നല്ല റൊട്ടിയുടെ കൂടെയോ നമുക്കിതുപോലെ സെർവ് ചെയ്ത് ആസ്വദിച്ച് കഴിക്കാം. ഹോപ്പ് യു ലൈക്ക് ദ വീഡിയോ. താങ്ക് യു.